കൊല്ലത്ത് യുവതിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കെതിരെ കൂടുതൽ അന്വേഷണം. പ്രതികളുടെ ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അജ്മൽ പണവും സ്വർണവും അടക്കം 8 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് കൂട്ടുപ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി നൽകി. 2 മാസം മുൻപാണ് പ്രതികൾ പരിചയപ്പെടുന്നതെന്നും ശ്രീകുട്ടിയുടെ മൊഴിയുണ്ട്. ദിലീപ് ദേവസ്യയുടെ വിശദാംശങ്ങളുമായി. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഈ യുവതിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം തന്നെ ഈ കൂട്ടുപ്രതിയായ ശ്രീകുട്ടിയുടെ മൊഴി അതുമേറെ നിർണായകമാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിലീപ്? തുളസി, ഇന്ന് രാവിലെ തന്നെ നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ, ഈ ഒരു 2 മാസത്തെ പരിചയം കൊണ്ടാണ് ഇത്രയും തുക ഇവർ കൈപ്പറ്റുന്നത്. അതായത് ഈ അജ്മലിന് നേരത്തെ തന്നെ 7 കേസുകളുണ്ട്. ചന്ദനക്കടത്തടക്കമുള്ള കേസുകൾ അജ്മലിൻ്റെ പേരിലുണ്ട്. അജ്മൽ ചീറ്റിംഗ് കേസുണ്ട്. അങ്ങനെ നിരവധി 7 കേസുകളുടെ പ്രതിയായ അജ്മലിനെ 2 മാസം മുൻപാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുമ്പോൾ ഈ ശ്രീകുട്ടി പരിചയപ്പെടുന്നത്. ശ്രീകുട്ടി പരിചയപ്പെട്ട ശേഷം ഇവർ സൗഹൃദം ആകുന്നു. പിന്നീട് അത് മറ്റൊരു രീതിയിലേക്ക് സൗഹൃദം വളരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം പരസ്യമായുള്ള ഒരു മദ്യപാനത്തിലേക്ക് വരെ അവരുടെ സൗഹൃദം എത്തി. ഈ സൗഹൃദത്തിനിടയിൽ 2 മാസത്തിനിടയിൽ ശ്രീകുട്ടിയിൽ നിന്ന് ഈ അജ്മൽ കൈപ്പറ്റിയത് പണം, സ്വർണം ഉൾപ്പെടെ 8 ലക്ഷം രൂപയുടെ വസ്തുക്കൾ കൈപ്പറ്റിയെന്നാണ് ശ്രീകുട്ടി പോലീസിന് നൽകിയ മൊഴി. അങ്ങനെ ഇവർ 2017 ശ്രീകുട്ടി MBBS സേലത്ത് പഠിച്ച് ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ ശ്രീകുട്ടി വിവാഹിതയായിരുന്നു. ആ ബന്ധം അധികം മുന്നോട്ട് പോയില്ല. ഒരു ആൺകുട്ടിയും ശ്രീകുട്ടിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസിന് ഈ മൊഴി നൽകിയതിന് ശേഷം ഈ അജ്മൽ കൂടുതൽ എന്തെങ്കിലും ഈ കുട്ടിയുടെ ഈ ഡോക്ടറുടെ പക്കൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ, അല്ലെങ്കിൽ ഈ ഡോക്ടർ നൽകിയ മൊഴി സത്യമാണോ എന്നറിയാൻ വേണ്ടി ഇരുവരുടെയും ബാങ്ക് രേഖകൾ പരിശോധിക്കുകയാണ്. ഇത്രയും തുക, അതായത് 8 ലക്ഷം രൂപയുടെ തുക വാങ്ങിയെന്നാണ് പറയുന്നത്. 8 ലക്ഷം രൂപയുടെ തുക ഉൾപ്പെടെ, സ്വർണ്ണം ഉൾപ്പെടെയുള്ള തുകയാണ് വാങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശ്രീകുട്ടിയുടെ നിന്ന് ഒരുപാട് സ്വർണ്ണങ്ങൾ വാങ്ങിയിട്ടുണ്ടാകാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്. ഈ പോലീസ് പക്ഷേ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കൂടുതൽ ചോദ്യം, ഇത് സെൻസേഷണലായൊരു വിഷയമാണ് ഈ പ്രദേശത്ത്. അതായത് ഒരു ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചു. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അവർക്കും പേടിപ്പെടുത്തുന്ന, മനസാക്ഷിയില്ലാത്ത തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു. ദേഹത്ത് കൂടെ വാഹനം കയറി ഇറങ്ങി നിർത്താൻ നിരവധി ആളുകൾ ആവശ്യപ്പെട്ടിട്ട് പോലും വാഹനം പിന്നോട്ടെടുത്ത് മുന്നോട്ട് പിന്നെയും ആ ദേഹത്തൂടെ കയറ്റി ഇറക്കി പോകുകയും ആ പോകുന്ന ദൃശ്യങ്ങളടക്കം റിപ്പോർട്ടർ TV കഴിഞ്ഞ ദിവസം വെച്ചു. അത്രയും ലക്കും ലഗാനുമില്ലാതെ വാഹനം മുന്നോട്ട് പോകുന്നതെല്ലാം തന്നെ കണ്ടിരുന്നു. ഈ കേസിലാണ് നാട്ടുകാരെല്ലാവരും ഒരു വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വിഷയമാണ്. ആ പ്രദേശം മൈനാഗപ്പള്ളി ആനൂർക്കവല് ഒരു യുവതിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്നലെ മറ്റു കാര്യങ്ങൾക്കൊന്നും, അതായത് ആശുപത്രിയിലൊക്കെ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. കാരണം ആളുകളെല്ലാം തന്നെ വലിയ അക്രമാസക്തമാകുമെന്ന് പ്രതീക്ഷിച്ച വലിയ പോലീസ് സന്നാഹത്തോടു കൂടെ തന്നെയായിരുന്നു ഇരുവരെയും മെഡിക്കലിന് കൊണ്ടത്. ഇന്നലെ രാത്രി 2 പേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ആട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഇനി കൂടുതൽ അന്വേഷണം ഇരുവരുടെ ബാങ്ക് ഡീറ്റെയിലും മറ്റ് ഫോൺ ഡീറ്റെയിലും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടായിരിക്കും. തുളസി. ശരി, ദിലീപ് ദേവസ്യാണ് കൊല്ലത്ത് നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.